ആത്മാവിനീ ഭൂവിൽ ബന്ധമില്ല, സ്വന്ത ദേഹവുമായൊരു ബന്ധമില്ല. ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. ആത്മാവിനീ ഭൂവിൽ ബന്ധമില്ല, സ്വന്ത ദേഹവുമായൊരു ബന്ധമില്ല. ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. ദേഹവും ലോകവും വിട്ടുപോയാൽ ആരും ആത്മസ്വരൂപനിൽ ചെന്നുചേരും. ദേഹവും ലോകവും വിട്ടുപോയാൽ ആരും ആത്മസ്വരൂപനിൽ ചെന്നുചേരും. ബ്രഹ്മസ്വരൂപത്തിലെത്തുന്നതിന് സത്കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം. ബ്രഹ്മസ്വരൂപത്തിലെത്തുന്നതിന് സത്കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം. കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം, സത്കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം. ആത്മാവിനീ ഭൂവിൽ ബന്ധമില്ല, സ്വന്ത ദേഹവുമായൊരു ബന്ധമില്ല. ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. അഖിലേശ്വരനുടെ അധിവാസത്താൽ ആനന്ദം കാണാം. അഖിലേശ്വരനുടെ അധിവാസത്താൽ ആനന്ദം കാണാം. അഖിലേശ്വരനുടെ അധിവാസത്താൽ ആനന്ദം കാണാം. शाश्वत सुखरूपा സുഖമറിവായുള്ളറിവായിട്ടകമേ വാഴും ഗുരുദേവാ, വാഴും ഗുരുദേവാ. ശാശ്വത സർവസുഖങ്ങളുടെയും ഉറവിടമായ പൂർണ്ണസുഖസ്വരൂപനാകുന്ന ദൈവം ഈ ലോകത്തിൽ അവതാരമായി വന്ന് സ്ഥാപിച്ച ഈ ദിവ്യമായ ആദർശത്തിൽ ഒത്തുജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ച ലോകന മിത്രങ്ങളെ വീണ്ടും ഈ ഞായറാഴ്ച ദിനത്തിൽ ഇപ്രകാരം ഒത്തുചേർന്ന് കാണുവാനും ആരാധിക്കുവാനും ആനന്ദിക്കുവാനും ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഉന്നതനാകുന്ന ദൈവത്തിൻ്റെ നിയമത്തെ പാലിച്ച് ലോകത്തിൽ ജീവിക്കുന്ന ഓരോ ആത്മാവും സമ്പൂർണമായ മോക്ഷത്തിലേക്ക് അനുനിമിഷം ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. സമ്പൂർണമായ മോക്ഷം അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞ്
ആരെയും കബളിപ്പിക്കുന്നതല്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ മോക്ഷത്തിന് അർഹനായി അല്ലെങ്കിൽ അർഹയായി എന്ന് ആത്മാവ് കൊണ്ട് ബോധ്യമാകത്തക്ക വിധമുള്ള അനുഭവസ്ഥത ഈ നിയമപാലനത്തിലൂടെ ഓരോ ഹൃദയങ്ങളിലേക്കും എത്തിച്ചുകൊണ്ടാണ് മഹാശക്തി ഈ ആദർശം വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാഹ്യമായ വലിയ പ്രകടനങ്ങളോ ബാഹ്യമായ വലിയ ആഘോഷങ്ങളോ അല്ല, ആന്തരികമായ ആഘോഷങ്ങൾ നടത്തപ്പെടുവാൻ വേണ്ടിയുള്ള നിയമങ്ങളാണ് നമുക്ക് ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നത്. ആ വിധത്തിൽ 2 നിയമങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ്? താരാസ്തുതിയും 12 വെള്ളിയാഴ്ച വ്രതവും. 2ൻ്റെയും വ്രത കാലയളവാണ്. ചൊവ്വാഴ്ച പ്രഭാതം മുതൽ താരാസ്തുതി മഹായജ്ഞം ആരംഭിക്കും. അതിൻ്റെ ഉന്നതമായ അവസ്ഥകളെക്കുറിച്ചൊക്കെ അതിൽ പങ്കെടുത്തിട്ടുള്ളവർക്കെല്ലാം അറിയാം. അത് കഴിഞ്ഞാൽ നമ്മുടെ തീർത്ഥാടനമാവുകയാണ്. അതിനിടയിൽ 2 വിശേഷം കൂടിയുണ്ട്. ഒന്ന് യുവജനസ്തുതി, ഒന്ന് കറുത്തുവാവൃതാചരണം. ഇതെല്ലാം എന്തിനു വേണ്ടിയുള്ളതാണ്? ഹൃദയം പരിശുദ്ധമാക്കാൻ വേണ്ടിയാണ്. ശുദ്ധമാകുന്ന ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ അധിവാസം ഉണ്ടാകുന്നത്. എന്തെങ്കിലുമൊക്കെ ബാഹ്യമായ വിഷയങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരിലേക്ക് ദൈവത്തിന് പൂർണ്ണമായി വസിക്കുവാൻ കഴിയില്ല. എല്ലാവരിലും ദൈവമുണ്ട്, ദൈവമില്ലാത്ത ഒന്നുമില്ല. തൂണിലും തുരുമ്പിലും നാരിലും ഞരമ്പിലും തൂണിലും തുരുമ്പിലും സർവവ്യാപിയായ ദൈവം വാഴുന്നു സർവത്തിലും. സർവത്തിലും നല്ല വാസമുണ്ട്. പക്ഷേ അതെല്ലാം അതിൻ്റെതായ അവസ്ഥ അനുസരിച്ച് ചൈതന്യ രൂപത്തിൽ വാഴുന്നു എന്നേ ഉള്ളൂ. അതിൻ്റെ സമ്പൂർണ്ണ അവസ്ഥയിൽ തെളിഞ്ഞു കാണണമെങ്കിൽ തന്നിൽ നിന്ന് ഉത്ഭവിപ്പിച്ച അറിവിനെ സ്വീകരിച്ച് ആ വ്യവസ്ഥാപിതമായ നിയമാനുഷ്ഠാനങ്ങളിലൂടെയുള്ള കൃത്യമായ സത്യജീവിതം പൂർത്തിയാക്കുമ്പോൾ നമ്മളിൽ ആ പരിപൂർണ ചൈതന്യത്തെ തെളിഞ്ഞു കാണുവാൻ കഴിയും. അവിടെ വെച്ചാണ് നമുക്ക് മോക്ഷം ലഭിച്ചു എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുന്നു. അവിടെയാണ് നമുക്ക് തിരിച്ചറിവുണ്ടാകുന്നത്. അങ്ങനെ മോക്ഷാർത്ഥികളായി അനേക സ്ഥലങ്ങളിൽ അനേക സമ്പ്രദായങ്ങളിൽ ജീവിതം ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ലക്ഷക്കണക്കിന് സമ്പ്രദായങ്ങൾ നമ്മുടെ ലോകത്തിൽ നിലവിലുണ്ട്. അതിൽ കൂടി എല്ലാം പരിശ്രമിക്കുന്നത് ആ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. എന്നാൽ പുരാണങ്ങളിൽ പോലും എഴുതി വെച്ചിട്ടുണ്ട്, സദ്ഗുരുവിൻ്റെ സാരോപദേശം ഗ്രഹിക്കുന്നവർക്ക് മാത്രമേ സമ്പൂർണ്ണ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന്. അപ്രകാരം സദ്ഗുരുവായി അവതാരമായി വന്ന് ശുഭാനന്ദനാമത്തിൽ വാണിരുന്നു കൊണ്ട് എന്താണ് നമുക്ക് തരുന്നത്? ജന്മാന്തര ജ്ഞാനം നൽകാൻ ജന്മി വന്നല്ലോ. ജന്മാന്തര ജ്ഞാനം നൽകാൻ ജന്മി വന്നല്ലോ. ജന്മപാപം കർമ്മദോഷം തീർത്തു രക്ഷിപ്പാൻ ജീവനാഥനെ എന്റെ ആത്മജീവനെ, ജീവനാശം തീർത്തു എന്നെ വീണ്ടെടുത്തോരേ. ജന്മാന്തര ജ്ഞാനത്തിന്റെ ജന്മിയായ ജഗദീശ്വരൻ അവതാരമായി വന്ന് ജന്മാന്തര ജ്ഞാനം ആത്മലോകത്തിന് ദാനം ചെയ്യുമ്പോൾ ജന്മപാപം മാറുന്നു, കർമ്മദോഷം മാറുന്നു, ജീവനാശം തീരുന്നു. അപ്പോൾ സമ്പൂർണ്ണ മോക്ഷത്തിലേക്ക് ലയിക്കുകയാണ്. ഇപ്രകാരം സമ്പൂർണ്ണ മോക്ഷത്തെ അനുഭവസ്ഥതയിൽ എത്തിക്കുവാൻ സർവശക്തി പ്രത്യക്ഷമായി വാഴുന്ന വാഴ്ച കാണുവാൻ അവസരം ലഭിച്ച നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. സത്യസന്ധമായി നിങ്ങളുടെ നിത്യജീവിതം തുടർന്നു കൊള്ളുക. ഈ നിയമങ്ങളെ പരിപാലിച്ചു കൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും മഹാഭാഗ്യത്തിന് പരമാനന്ദത്തിന് അവകാശികളായി തീരുമാറാകട്ടെ. പാതേ അടിയനെ ഇരുത്തി ഓരോരോ തേൻമൊഴിയോതി ഓരോരോ തേൻമൊഴിയോതി Oh
ശുഭാനന്ദ ദേവ നിന്നുടെ ശോഭ ഞാൻ കണ്ടേ, നിന്നുടെ ശോഭ ഞാൻ കണ്ടേ. പരലോകനാഥൻ അകലായി ഉദിച്ചു ഓങ്കാരപ്പൊരുളോതി, ഓങ്കാരപ്പൊരുളോതി. പരലോക വ്യവസ്ഥകൾ പറയുന്നു ഗുരുതാൻ, ഇഹലോക വ്യവസ്ഥയും പറഞ്ഞു, ഇഹലോക വ്യവസ്ഥയും പറഞ്ഞു. ശാന്തിക്കു ശാന്തി, ശുഭാനന്ദ ശാന്തി, ഏവർക്കും ഏതിനും ശാന്തി, ഏവർക്കും ഏതിനും ശാന്തി. ശാന്തിക്കു ശാന്തി, ശുഭാനന്ദ ശാന്തി, ഏവർക്കും ഏതിനും ശാന്തി, ഏവർക്കും ഏതിനും ശാന്തി. സദ്ഗുരുവായി അവതാരമായി വന്നിരിക്കുന്നത് സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപമാണ്. സദ്ഗുരുവായി തിരുവതാരമായി വന്നിരിക്കുന്നത് സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപമാണ്. പരബ്രഹ്മ സ്വരൂപം അവതാരമായി വന്നിരിക്കുന്നു എന്ന്, പരബ്രഹ്മ സ്വരൂപം തിരുവതാരമായി വന്നിരിക്കുന്നു എന്ന് ഒരാത്മാവിൽ പൂർണ്ണബോധ്യം ഉണ്ടാകണമെങ്കിൽ, ഒരാത്മാവിൽ പൂർണ്ണബോധ്യം ഉണ്ടാകണമെങ്കിൽ ഈ അറിയിക്കുന്ന അറിവുകളെല്ലാം പൂർണ്ണമായി ഗ്രഹിക്കണം. അറിയിക്കുന്ന അറിവുകളെല്ലാം പൂർണ്ണമായി വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ വ്യക്തമായി അവതാരം അറിയിക്കുന്ന അറിവ് കൊണ്ട് ആത്മാക്കൾ അവതാര രൂപം കണ്ടു. അവതാരം അറിയിക്കുന്ന അറിവ് കൊണ്ട് ആത്മാക്കൾ അവതാര രൂപം കണ്ടു. സൂര്യനിൽ നിന്ന് വിനിർഗളിക്കുന്ന പ്രകാശത്തിലൂടെ സൂര്യനെ കാണുന്നത് പോലെ, സൂര്യനിൽ നിന്ന് വിനിർഗളിക്കുന്ന പ്രകാശത്തിലൂടെ സൂര്യനെ കാണുന്നത്, ബോധസൂര്യനാകുന്ന ഗുരുവിൽ നിന്ന് വിനിർഗളിക്കുന്ന ജ്ഞാനപ്രകാശത്തിലൂടെ മാത്രമേ ഗുരുവിനെ കാണാൻ കഴിയൂ. ബോധസ്വരൂപനാകുന്ന ഗുരുവിൽ നിന്ന് വിനിർഗളിക്കുന്ന ജ്ഞാനപ്രകാശത്തിലൂടെ മാത്രമേ ഗുരുവിനെ കാണാൻ കഴിയൂ. ആ ജ്ഞാനപ്രകാശമാണ് തന്റെ തിരുനാവിലൂടെ ലഭിക്കുന്ന ഈ അറിവുകളെല്ലാം. ആ ജ്ഞാനപ്രകാശമാണ് ഭഗവാൻ തിരുനാവിലൂടെ ലഭിക്കുന്ന ഈ അത് ഓരോരുത്തരും നിയമം പാലിച്ചുകൊണ്ട് അതിനെ ഗ്രഹിക്കണം. അത് ഓരോരുത്തരും നിയമം പാലിച്ചുകൊണ്ട് അതിനെ ഗ്രഹിക്കണം. ആ ഗ്രഹിക്കുമ്പോഴാണ് ആത്മാവിന്റെ മാലിന്യങ്ങൾ മാറി ഗുരുരൂപം അകതാരിൽ തെളിയുന്നത്. അത് ഗ്രഹിക്കുമ്പോഴാണ് ആത്മാവിന്റെ മാലിന്യങ്ങൾ മാറി ഗുരുരൂപ അകതാരിൽ തെളിയുന്നത്. ആ തെളിയുവാനുള്ള ഉപാധികളാണ് ഗുരുവിന്റെ ശബ്ദങ്ങൾ. തെളിയുവാനുള്ള ഉപാധികളാണ് ഗുരുവിന്റെ തിരുശബ്ദം. അങ്ങനെ ബോധ്യമായപ്പോഴാണ്, ആ അനുഭവത്തിൽ എത്തിയപ്പോഴാണ്, ആ ഗുരുരൂപം കണ്ടപ്പോഴാണ് അരുളി ചെയ്തതെല്ലാം തേൻമൊഴികളാണെന്ന് ബോധ്യമായത്. ആ അങ്ങനെ അറിവാകുന്ന വഴിയിലെന്നെ തിരിച്ചതായ തിരുവചനം, അറിവാകുന്ന വഴിയിലെന്നെ
അനുസരിച്ച് പലതും സ്വീകരിച്ചു, ജീവിച്ചു. സാഹചര്യങ്ങൾ അനുസരിച്ച് പലതും സ്വീകരിച്ചു. അതിൽ അറിവേതാണ് അറിവുകേട് ഏതാണ് അറിയില്ല. അത് അറിവേതാണ് അറിവുകേടാണെന്ന് അറിയില്ല. മുതിർന്നവർ പറഞ്ഞു തന്നതെല്ലാം ശരിയാണെന്ന് കരുതി അങ്ങനെ ജീവിച്ചു പോയി. മുതിർന്നവർ പറഞ്ഞു തന്നതെല്ലാം ശരിയാണെന്ന് കരുതി അങ്ങനെ ജീവിച്ചു പോയി. ഒരു ഭവനത്തിന്റെ ആചാരങ്ങളെല്ലാം ശരിയാണെന്ന് ഒരു കുട്ടി ധരിക്കുന്നത് പോലെ, ഭവനത്തിന്റെ ആചാരങ്ങളെല്ലാം ശരിയാണെന്ന് ഒരു കുട്ടി ധരിക്കുന്നത് പോലെ, ഒരു പ്രദേശത്തിന്റെ ആചാരങ്ങൾ ശരിയാണെന്ന് ആ സമൂഹം ധരിക്കുന്നത് പോലെ, പ്രദേശത്തിന്റെ ആചാരങ്ങൾ ശരിയാണെന്ന് ആ സമൂഹം ധരിക്കുന്നത് പോലെ, ഒരു അറിവും ഒരു തിരിച്ചറിവും ഇല്ലാതെ പല ആചാരങ്ങളിലൂടെയും കടന്നുപോയി. ഒരു അറിവും ഒരു തിരിച്ചറിവും ഇല്ലാതെ പല ആചാരങ്ങളിലൂടെയും കടന്നുപോയി. ഈ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് വേണ്ട വിധത്തിലുള്ള ഒരു അഭിവൃദ്ധി ആത്മാവിനുണ്ടാകാതെ വന്നപ്പോൾ, ഈ ആചാരാനുഷ്ഠാനങ്ങളെ കൊണ്ട് വേണ്ടതായ ഒരു അഭിവൃദ്ധി ആത്മാവിനുണ്ടാകാതെ വന്നപ്പോൾ, ആത്മാവ് ജനിമരണ ചക്രത്തിൽ വീണ്ടും വീണ്ടും കുടുങ്ങുകയാണ്. ആത്മാവ് ജനിമരണ ചക്രത്തിൽ വീണ്ടും വീണ്ടും എന്തുകൊണ്ട്? അതിന്റെ ലക്ഷ്യത്തിലെത്താതെ ഈ ചക്രത്തിൽ നിന്ന് വേർപെടാൻ കഴിയുകയില്ല. ലക്ഷ്യത്തിലെത്താതെ ഈ ചക്രത്തിൽ നിന്ന് വേർപെടുവാൻ യഥാർത്ഥാവസ്ഥയിലേക്ക് അഥവാ ഉത്ഭവസ്ഥാനത്തേക്ക് ചേർക്കപ്പെടാത്ത ഒരു ആത്മാവ് ഈ ജനിമരണ ചക്രത്തിൽ നിന്ന് വേർപെടുകയില്ല. വേർപെടുകയില്ല. കാരണം അതിന്റെ നിയമം അങ്ങനെയാണ്. അപ്പൊ ഗുരു അറിയിക്കുന്ന അറിവ് ഗ്രഹിക്കുമ്പോൾ ആത്മാവിനൊരു തിളക്കമുണ്ടാകുന്നു. ആ ഇതാ ഞാൻ ഉപയോഗിച്ചിരുന്നതെല്ലാം തെറ്റായ മാർഗമായിരുന്നല്ലോ, ഞാൻ കടന്നു വന്ന വഴി വളരെ ഇടുക്കവും ഞെരുക്കവുമായിരുന്നല്ലോ, എന്റെ ആത്മാവിന്റെ സുഖവും ശാന്തിയും ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ ഗുരുവിന്റെ ശബ്ദം കേട്ടപ്പോൾ ഓ എനിക്ക് ആത്മാവിലൊരു സുഖമുണ്ടാകുന്നുണ്ട്, ആ എന്റെ ആത്മാവിനൊരു ശാന്തി ഉണ്ടാകുന്നുണ്ട് എന്ന് ആത്മാവ് തന്നെ ആത്മാവിനോട് ബോധ്യപ്പെടുത്തുമ്പോഴാണ് ആത്മബന്ധം, ഇതൊരാത്മബന്ധം, പരമാത്മാവുമായുള്ള ആത്മബന്ധം. ആത്മബന്ധം, ഇതൊരാത്മബന്ധം, പരമാത്മാവുമായുള്ള ആത്മബന്ധം. ആ ലോകത്തിലുള്ള ബന്ധങ്ങളെല്ലാം വേർപെട്ടു പോകുന്നതാണ്. അതിനെല്ലാം ഒരു പരിധിയുണ്ട്. ആ ഒരു ആത്മാവ് ശരീരത്തെ സ്വീകരിക്കുമ്പോൾ ആ ശരീരത്തിന്റെ ആ ഉപയോഗത്തിലേക്കായി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ബന്ധിപ്പിച്ച് നിലനിർത്തുന്നത്. ആഹാര നീഹാരാദികളും വസ്ത്രവും പാർപ്പിടവും സുഖ സൗഭാഗ്യങ്ങളും ബന്ധങ്ങളും ബന്ധനങ്ങളും ആ സമൂഹവും എന്ന് വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ ഒരു ശരീരത്തിന്റെ ആവശ്യത്തിലേക്കായി നമ്മൾ നിലനിർത്തുന്നു. എന്നാൽ മരണം കവർന്നെടുക്കുമ്പോൾ ഈ ബന്ധമൊന്നുമില്ല, ആരോടും ഒന്നും യാത്ര ചോദിക്കാൻ പോലും കഴിയുന്നില്ല, സമ്പാദിച്ചു വെച്ചത് ഒന്നും കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ആ അതാണ് അതിന്റെ യഥാർത്ഥ അവസ്ഥ. എല്ലാം വേർപെട്ട് പോവുകയാണ്. ഇതുപോലെ ലോകത്തിലുള്ള സർവ്വബന്ധങ്ങൾക്കും ഒരു പരിധിയുണ്ട്. എന്തുകൊണ്ട്? ഇത് ഉണ്ടായ ലോകമാണ്. ഉള്ളതായുള്ളത് ഒന്നുണ്ട്, അതാണ് തിരിച്ചറിയേണ്ടത്. ആ ലോകത്തേക്കാണ് ഉള്ളതായ ആത്മാവ് ചേരേണ്ടത്. ആ ഉള്ളതായി ഉള്ളതിനെ ഉള്ളത്തിൽ ബോധ്യപ്പെടുത്തുവാൻ ഉള്ളവൻ തന്നെ വന്ന് ഉള്ളത് തെളിയിക്കുകയാണ്. ആ ഉള്ളത് പറയുവാനാണ് ഉള്ളവൻ വന്നത്. ആ ഉള്ളതോതി കൊടുക്കുവാൻ തുള്ളിക്കളിച്ചിടുവാൻ ആനുള്ളതോതി കൊടുക്കുവാൻ തുള്ളിക്കളിച്ചിടുവാൻ ആനുള്ളവന ഗുരു തന്നെ കലീജനുദയമായി ആയുള്ളവന ഗുരു തന്നെ കലീജനുദയമായി ഉള്ളതറിഞ്ഞിടാതെ ഉള്ള ലോകം കാണില്ല.
നമ്മൾ ആത്മാക്കൾ സ്വീകരിക്കേണ്ടത് എന്താണ്? ആത്മാക്കൾ സ്വീകരിക്കേണ്ടത് എന്താണ്? അതിന്റെ കുറവും കുറ്റങ്ങളും കണ്ടുപിടിച്ച് മോശപ്പെടുത്തുവാനാണോ ശ്രമിക്കേണ്ടത്? കണ്ടുപിടിച്ച് മോശപ്പെടുത്തുവാനാണോ ശ്രമിക്കേണ്ടത്? ലോകരീത്യാലുള്ള എന്തെങ്കിലും അളവുകോല് വെച്ച് അളക്കാൻ ഗുരുവിനെ അളക്കുവാൻ സാധിക്കുമോ? ഒരു കാരണവശാലും സാധിക്കില്ല. മുൻപ് ഞാനൊരു ഉദാഹരണം പറഞ്ഞതുപോലെ ഉപ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു പാവ സമുദ്രത്തിന്റെ ആഴമിളക്കാൻ അങ്ങനെ ഇറങ്ങി പോകുന്ന അവസ്ഥയായിരിക്കും ഗുരുവിനെ അളക്കാൻ ഒരു ജീവാത്മാവ് ശ്രമിച്ചാൽ. സമുദ്രത്തിന്റെ ആഴമിളക്കാൻ ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ഗുരുവിനെ അളക്കാൻ ജീവാത്മാക്കൾ ശ്രമിച്ചാൽ. കാരണം എന്താണ്? ഉപ്പെന്ന് പറയുന്നത് അപ്പിൽ ലയിക്കുന്നതാണ്. അത് താഴോട്ട് പോകും തോറും അതിലങ്ങ് ലയിച്ചു പോകും. തിരികെ എടുക്കാൻ ഒന്നും കാണുകയില്ല. പിന്നെ അളവ് എങ്ങനെ കണ്ടുപിടിക്കും? ആഴം അറിയാത്തതും അവർണ്ണനീയമായതോ അറിയാത്തതും അവർണ്ണനീയമായതോ ആരാലും വർണ്ണിക്കുവാൻ കഴിവില്ലാത്തവൻ ഈശ്വരൻ. ആഴം അറിയാത്തതും അവർണ്ണനീയമായതോ ആരാലും വർണ്ണിക്കുവാൻ കഴിവില്ലാത്തവൻ ഈശ്വരൻ. പിന്നെ എങ്ങനെ ഗുരുവിനെ അളക്കും? അളക്കാൻ കഴിയില്ല. തന്നോട് ഇണങ്ങി അങ്ങ് ജീവിക്കുക എന്നുള്ളതാണ്. ഇച്ഛയ്ക്കു ഭക്തരങ്ങൊത്തു നിന്നാൽ നിത്യാനന്ദം തന്നിൽ കാണാമല്ലോ. നിത്യാനന്ദമൊക്കെ എന്തിനാ? ഞങ്ങൾക്ക് വല്ലതും കഴിക്കാൻ തന്നാ മതി. കഴിക്കണം, വല്ലതും കിടന്ന് ഉറങ്ങണം. പിന്നെ ലോകത്തിന് കുറച്ച് പ്രാധാന്യമൊക്കെ കിട്ടണം. അതിന് വെള്ളയും സ്വാമിയെ കുറിച്ചല്ല കേട്ടോ. സ്വാമി വെള്ളയും അങ്ങനെയല്ല, വെള്ളയും വെള്ളയൊക്കെ ഇട്ട് ഇങ്ങനെ ഒരുങ്ങി വരുന്ന ഒരു രീതി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ പലരും വെള്ളവസ്ത്രക്കാരുണ്ട്. അവരെ ഉദ്ദേശിച്ചല്ല ഈ പറയുന്നത്. വൈറ്റ് കോളർ എന്ന ഒരു പഴമൊഴി പറയുമല്ലോ, അത് ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അല്ലാതെ ഈ വെള്ള ഇട്ടുകൊണ്ട് വരുന്നവരെല്ലാം കുഴപ്പക്കാരാണെന്ന് ആരും വിചാരിക്കരുത്. അതല്ല അതിന്റെ അർത്ഥം. അങ്ങനെ വെള്ളവസ്ത്രം എന്ന് പറഞ്ഞാൽ മുഷിയാൻ പാടില്ല എന്നുള്ള ചിന്താഗതി എന്ന് പറഞ്ഞാൽ അവർ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. പരിശ്രമിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല, കഷ്ടപ്പെടുവാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഗുരുവിനെ കാണാൻ കഴിയില്ല. പരിശ്രമം വേണം. ദേഹമിരിക്കുന്ന നാൾ വരെയും കർമ്മവും ആർക്കും ഒടുങ്ങുന്നില്ല. അവതാര കഥകൾ വായിച്ചു കോൾമേൽക്കൊള്ളുന്നവരുണ്ടല്ലോ. ത്രേതായുഗം മുതലുള്ള കഥകളൊക്കെ ഓരോരുത്തരും വായിക്കും, കണ്ണുനീരോടെ വായിക്കും. അങ്ങനെ ആനന്ദ നിർവൃതിയിലാകും. അവതാരം ഒരു ശരീരം എടുത്തപ്പോൾ അനുഷ്ഠിക്കേണ്ടി വന്ന മഹാതപസ്സും പരിശ്രമങ്ങളുമാണ് അതിൽ കഥകളായി പറയുന്നത്. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അവതാരമായി വന്നാൽ തനിക്ക് പോലും കർമ്മമുണ്ട്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പ്രത്യേകം അത് പ്രതിപാദിക്കുന്നുണ്ട്. ഇതാ കലിയുഗാവതാരം വന്നു നിന്നുകൊണ്ട് നിങ്ങളോട് അറിയിക്കുന്നു, ദേഹമിരിക്കുന്ന നാൾ വരെയും കർമ്മവും ആർക്കും ഒടുങ്ങുന്നില്ല. ഇതൊക്കെ വളരെ പ്രത്യേകമായി ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട വരികളാണ്. അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന മനുഷ്യർക്കെന്നോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കെന്നോ സസ്യാദികൾക്കെന്നോ പക്ഷികൾക്കെന്നോ അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തിനോ അല്ലെങ്കിൽ പ്രത്യേക ജാതിക്കോ പ്രത്യേക മതത്തിനോ എന്നല്ല പറഞ്ഞത്. ദേഹമിരിക്കുന്ന നാൾ വരെയും കർമ്മവും ആർക്കും ഒടുങ്ങുന്നില്ല. ശരീരത്തിന്റെ പേര് തന്നെ കർമ്മ
കർമ്മകായമെന്നാണ്. ശരീരത്തിന്റെ പേര് തന്നെ കർമ്മകായം. കർമ്മം ചെയ്യുവാനാണ് ശരീരം. കർമ്മം ചെയ്യുവാനാണ്. എന്താണ് ചെയ്യേണ്ടത്? ദേഹത്തിന്റെ ആരോഗ്യം ആത്മാവിൻ മോക്ഷ കർമ്മങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. എല്ലാം പച്ച മലയാളത്തിൽ പറഞ്ഞു ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ്. ദേഹത്തിന്റെ ആരോഗ്യം ആത്മാവിൻ മോക്ഷ കർമ്മങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക. അതാണ് ഈ പരിശ്രമങ്ങൾക്കൊന്നും ഒരു ലക്ഷ്യമില്ലാതെ പോയിക്കൊണ്ടിരുന്നാൽ മോക്ഷത്തിലെത്തുകയില്ല. അപ്പൊ ചെയ്യുന്ന പരിശ്രമങ്ങൾ ഗുരുവിന്റെ അറിവിനെ അനുബന്ധമാക്കി നിലനിർത്തി മുന്നോട്ട് ജീവിതം ചെയ്താൽ 4 നാൾ ആചാരം 3 നാൾ വിശുദ്ധവ്രതം എന്ന നിഷ്ഠയോടുകൂടി സത്യത്തെ മുൻനിർത്തി ലോകത്തിൽ ജീവിച്ചാൽ അവരിൽ എന്താണ് സംഭവിക്കുന്നത്? ശാന്തിക്കു ശാന്തി, ശുഭാനന്ദ ശാന്തി, ഏവർക്കും ഏതിനും ശാന്തി, ഏവർക്കും ഏതിനും ശാന്തി. പുരാണങ്ങളൊക്കെ ഉദ്ഘോഷിക്കുന്നുണ്ട് ശുഭമായി ശുഭാനന്ദമായി ഭവിക്കും. ഇവർക്കൊക്കെ അത് അറിയാവുന്ന കാര്യമാണ്. ഈ സ്വാമിക്കും അതുപോലുള്ള ഈ പുരാണങ്ങൾ വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം ശുഭമായി ശുഭാനന്ദമായി ഭവിക്കുമെന്നാണ്. എവിടെ? അന്ത്യയുഗത്തിൽ ആ ശുഭാനന്ദമാണ് അവതാരമായി വന്നിരിക്കുന്നത്. പുരാണം വായിച്ചിട്ട് സ്വയം പേര് തിരഞ്ഞെടുത്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കാരണം 2ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ. എഴുതാനും വായിക്കാനും അറിയാത്ത പരുവത്തിൽ സ്വയം പേര് സ്വീകരിച്ചതാണ്. എന്തുകൊണ്ട്? ചങ്കിൽ ശുഭങ്ങൾ വർദ്ധിച്ചു, ശുഭാനന്ദ നാമവും കിട്ടി എന്നാണ്. അങ്ങനെ ശുഭമായ ഒരാനന്ദം നൽകിയിടുവാൻ കലിയുഗത്തിൽ
കലിയുഗത്തിൽ കൽക്കി അവതാരമായി സമ്പൂർണ്ണ മോക്ഷത്തിൽ ശുഭമായൊരാനന്ദം നൽകിടുവാൻ കലിയുഗത്തിൽ കൽക്കി അവതാരമായി തെളിയിക്കുവാൻ വന്ന ഖഡ്ഗാവതാരമാണ് ശുഭാനന്ദം. സമ്പൂർണ്ണമായ ജ്ഞാനത്തെ തെളിയിക്കുവാൻ വേണ്ടി തിരുവതാരമായ ശുഭമായ ആനന്ദം. ശുഭമായ ആനന്ദം അത് ഈ അറിവിൽ കൂടി ജീവിച്ച് ആത്മാവ് ശുദ്ധമാകുമ്പോഴേ തെളിയിക്കപ്പെടുകയുള്ളൂ. അറിവിൽ കൂടി ജീവിച്ച് ആത്മാവ് ശുദ്ധമാകുമ്പോഴേ തെളിയിക്കപ്പെടും. അറിവിൽ കൂടിയുള്ള കർമ്മം സൽക്കർമ്മമാണ്. അറിവിൽ കൂടിയുള്ള കർമ്മം സൽക്കർമ്മമാണ്. സൽക്കർമ്മം നിരന്തരം ചെയ്യുമ്പോഴാണ് വിശുദ്ധി നമ്മളിലേക്ക് വ്യാപിക്കുന്നത്. സൽക്കർമ്മം നിരന്തരം ചെയ്യുമ്പോഴാണ് വിശുദ്ധി നമ്മളിലേക്ക് ഈ വിശുദ്ധി അതിന്റെ പൂർണ്ണാവസ്ഥ അല്ല. വിശുദ്ധി അതിന്റെ പൂർണ്ണാവസ്ഥ. അവിടെ നിന്ന് വീണ്ടും അനേകം കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വീണ്ടും അനേകം കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സവിശേഷമായ ചില ബുദ്ധി വൈഭവങ്ങൾ കൊണ്ട് ആ വീട്ടിലുള്ളവരെക്കാളോ അല്ലെങ്കിൽ അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരെക്കാളോ മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചാൽ അവരെ കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യും എന്ന് കരുതി ഏറ്റവും മികച്ചതായ ഒരു കർമ്മം ആ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ കഴിയില്ല. കാരണം അതിന്റെ പ്രായപരിധിയും അതിന്റെ ശരീരബലവും ബുദ്ധിയുടെ വികാസവും പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ മുതിർന്ന ഒരാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ കഴിയില്ല. പക്ഷേ സാധാരണ ആ പ്രായത്തിലുള്ള കുഞ്ഞിനേക്കാൾ കൂടുതൽ എന്തോ ഒരു സവിശേഷത അതിനുണ്ട്. എന്നതുകൊണ്ട് അത് പൂർണ്ണതയിൽ എത്തുന്നില്ല. സമൂഹത്തിൽ ശ്രദ്ധിച്ചാൽ
ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. സമൂഹത്തിൽ ശ്രദ്ധിച്ചാൽ അങ്ങനെ ചില മികവുറ്റ പ്രകടനങ്ങൾ കാഴ്ചവെച്ച കുഞ്ഞുങ്ങളൊക്കെ തീരെ താഴെ പോയ അവസ്ഥയുണ്ട്. അനേകം പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ച കുഞ്ഞുങ്ങൾ തീരെ താഴെ പോയ അവസ്ഥയുണ്ട്. എന്തുകൊണ്ടാണത്? ആവശ്യമില്ലാത്ത പ്രലോഭനങ്ങളും പ്രോത്സാഹനങ്ങളും ഒക്കെ കൊടുത്ത് അവരെ അങ്ങ് താഴ്ത്തി കളയുന്നതാണ്. എന്നാൽ അതിന്റെ ബുദ്ധിക്ക് അനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ അതിലേക്ക് കൊടുത്ത് കൃത്യമായ ശിക്ഷണത്തോടുകൂടി അവനെ മുന്നോട്ട് കൊണ്ടുവരാൻ ഒരു വ്യക്തിക്ക് കഴിഞ്ഞാൽ ആ വിശേഷ ബുദ്ധി നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് തിരിച്ചാണ്. എന്നതുപോലെ വിശുദ്ധിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെതായ ചില സവിശേഷതകളൊക്കെ ഒരു ആത്മാവിലുണ്ടാകും. ആർക്കും കാണുമ്പോൾ ഒരു കൗതുകവും സന്തോഷവും ഒക്കെ തോന്നിക്കും. എന്നതുകൊണ്ട് അത് ആനന്ദത്തിലേക്ക് എത്തിയില്ല. ആ വിശുദ്ധിയുടെ പടിയിൽ നിന്നുകൊണ്ട് അറിയുന്ന അറിവിന്റെ നിലവാരം അനുസരിച്ച് അനേകം കർമ്മങ്ങൾ വീണ്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായി നിങ്ങൾ ഒന്നുകൂടി ചിന്തിച്ച് മനസ്സിലാക്കണം. ഞാനിപ്പോ പറഞ്ഞ ഉദാഹരണവും ഈ അറിവിന്റെ വ്യവസ്ഥയുമായിട്ട് ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കണം. അപ്പൊ വിശുദ്ധിയുടെ പടിയിലേക്ക് എത്തി എങ്ങനെ സൽക്കർമ്മം നിരന്തരം ചെയ്തപ്പോ ആ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് വീണ്ടും കർമ്മം ചെയ്യുമ്പോഴാണ് ഇതെല്ലാം ഒന്നാണെന്ന അവസ്ഥയിലേക്ക് ആത്മാവ് ഉയരുന്നത്. അവിടെയാണ് തത്വം തിളങ്ങുന്നത്. അതും ഇതും ഒന്നാണെന്ന അവസ്ഥ. പരമാത്മാവും ജീവാത്മാവും ഒന്നാണ്. തത്വബോധം ഉണ്ടാകുന്നു, തത്വചിന്തയുണ്ടാകുന്നു. അപ്പോ വീണ്ടും ഉയരുകയാണ്. ആ ഉയർച്ചയിൽ നിന്നുകൊണ്ട് വീണ്ടും അനേകം കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കർമ്മങ്ങൾ വീണ്ടും നിവൃത്തിയാക്കുമ്പോൾ യാതൊരു വീഴ്ചയും ഇല്ലാതെ നിരന്തരമായ കർമ്മങ്ങളിൽ വീണ്ടും ഏർപ്പെടുമ്പോൾ ഈ തത്വചിന്ത ചെയ്യുന്ന ഉത്തമനാകുന്ന ഒരു ജീവാത്മാവ് ഉന്നതമായ കർമ്മങ്ങൾ ലോകത്തിലേക്ക് കാഴ്ചവെക്കും. അനേകങ്ങൾക്ക് പ്രയോജനകരമായ വിധത്തിൽ ഉന്നതമായ കർമ്മങ്ങൾ ലോകത്തിൽ കാഴ്ചവെക്കും. അവിടെയും പൂർണ്ണമായില്ല. ആ കർമ്മഫലം ആത്മാവിൽ സ്വീകരിച്ച് നിഷ്കളങ്കത്വം ഉണ്ടാവുകയാണ്. ആ നിഷ്കളങ്കത്വത്തിലേക്ക് എത്തുമ്പോൾ അവിടെ വെച്ചും കർമ്മം തീർന്നില്ല. അതെങ്ങനെയാ? ഇത്രയൊക്കെ ആയില്ലോ, ഇനി അങ്ങ് സ്വീകരിച്ചൂടെ? ഇല്ല. ഈ നിഷ്കളങ്കത്വം നീ മറ്റൊരാളിലേക്ക് പ്രകാശിപ്പിക്കണം. ആ നിഷ്കളങ്കത്വത്തെ ആ ഒരു ആത്മാവിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ജന്മങ്ങളിലേക്ക് പകർത്തിക്കൊടുക്കുന്ന അല്ലെങ്കിൽ അനുഭവമാക്കുന്ന കർമ്മത്തിന്റെ പേരെന്താണ്? നിഷ്കാമകർമ്മം എന്നാണ്. അത് മാത്രമേ നിഷ്കാമകർമ്മം ഉള്ളൂ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് മനസ്സിന് ദയ തോന്നി അല്ലെങ്കിൽ ഒരു കാരുണ്യം തോന്നി ഒരാളിന് 1000 രൂപ സംഭാവനയായി കൊടുത്തു, വേണ്ട ഒരു കാരണവശാലും എനിക്ക് തിരിച്ചു വേണ്ട എന്ന് പറഞ്ഞു കൊടുത്താലും അതിനെ ആഗ്രഹിക്കുന്നു പോലും ഇല്ല എന്നിരിക്കട്ടെ, എന്നാൽ പോലും പ്രകൃതിയുടെ നിയമം അനുസരിച്ച് അത് തിരികെ എത്തും. അത് പ്രകൃതിയുടെ നിയമമാണ്. എവിടെ കൊടുത്താലും അത് തിരിച്ച് മറ്റൊരിടത്ത് നമുക്ക് കിട്ടിയിരിക്കും. അത് നമ്മൾ സ്വാഭാവികമായി സ്വീകരിക്കുകയാണ്. ലോകത്തിലെ ജീവിതം അങ്ങനെയാണ്. എന്നാൽ ഈ നിഷ്കളങ്കത്വത്തിലെത്തിയ ഒരു ആത്മാവിന് ഈ നിഷ്കളങ്കത്വം മറ്റൊരാളിലേക്ക് തെളിയിക്കുമ്പോൾ തിരിച്ച് നിഷ്കളങ്കത്വം ഈ ആത്മാവിന് ആവശ്യമേ ഇല്ല. കാരണം അനേക തപസ്സിലൂടെ അനേക സൽക്കർമ്മത്തിലൂടെ ഉന്നതമായ കർമ്മങ്ങളിലൂടെ ഉത്കൃഷ്ടമായ കർമ്മങ്ങളിലൂടെ നിഷ്കളങ്കത്വം ആയിരിക്കുകയാണ് ഈ ആത്മാവ്. ഈ ആത്മാവിലേക്ക് തിരികെ ഈ പ്രകാശം ആവശ്യമില്ല.
പ്രകാശം ആവശ്യമില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു നിലവിളക്കിൽ നിന്ന് നമ്മൾ തിരി തെളിയിച്ച് അനേകായിരം ദീപം തെളിയിക്കുമ്പോൾ ആ അനേകായിരം ദീപങ്ങൾ തിരികെ കൊണ്ടുവന്ന് ആദ്യത്തെ നിലവിളക്കിൽ തിരികെ എത്തിക്കാറില്ല, തിരിച്ചെത്തിക്കാറില്ല. കാരണം ആ ദീപം അവിടെ തന്നെ നിൽക്കുകയാണ്. അതുപോലെ ആത്മാവ് സ്വയം പ്രകാശമായി തീർന്നു കഴിഞ്ഞാൽ, നിഷ്കളങ്കത്വമായി കഴിഞ്ഞാൽ നിഷ്കാമകർമ്മം സ്വയം നടക്കുകയാണ്. അവിടെ യാതൊരു പ്രതിഫലവും ആത്മാവിന് ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് നിഷ്കാമകർമ്മം അതിന് പേരിട്ടിരിക്കുന്നത്. നിഷ്കാമകർമ്മം കൊണ്ടല്ലാതെ മർത്യന്റെ ദുഃഖമൊഴിയുന്നില്ല, ആർക്കും ദുഃഖമൊഴിയുന്നില്ല. നിഷ്കാമകർമ്മം കൊണ്ടല്ലാതെ ദുഃഖം ഒഴിയുന്നില്ല. അതിനു മുമ്പ് എന്തെല്ലാം കർമ്മം നമ്മൾ ചെയ്താലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ദുഃഖം ഉണ്ടായിരിക്കും. അപ്പോ നിഷ്കളങ്കത്വം പ്രാപിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു രക്ഷയും ദുഃഖം ഒഴിയാനില്ല. അപ്പൊ നിഷ്കാമ കർമ്മം ചെയ്യണം. അതിനെന്ത് വേണം? നിഷ്കളങ്കരായി ജീവിക്കും മർത്യർക്ക് നിഷ്കാമകർമ്മം ചെയ്യാം, എന്നാളും നിഷ്കാമകർമ്മം ചെയ്യാം. നിഷ്കാമകർമ്മത്തിലൂടെ സമ്പൂർണ്ണ മോക്ഷം ദാനം ചെയ്യുവാൻ അവതാരമായി വന്ന ജഗദീശ്വരനെ, നിഷ്കാമകർമ്മിയായി ലോകത്തിൽ വാഴുന്ന ജഗദീശ്വരനെ, ആ ഗുരുവായി വരിക്കുവാൻ പരമഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. മറക്കരുതേ, ആരും മറക്കരുതേ, ഗുരുവിന്റെ വാഴ്ച ഇതു മറക്കരുതേ. അറിവുകൊണ്ടറിവുകളൊഴിവാക്കുവാൻ അവതാരമായ ഗുരു മറക്കരുതേ. അറിവുകൊണ്ടറിവുകളൊഴിവാക്കുവാൻ
മറക്കരുതേ, തെല്ലും മറക്കരുതേ. നാമസങ്കീർത്തനമായ രൂപമതിൽ ചേർത്തിടുവാൻ മരണത്തെ ഒഴിവാക്കി വീണ്ടെടുക്കാൻ നവതാരമായി വന്ന ഗുരുവരനെ മറക്കരുതേ, എല്ലാം മറക്കരുതേ. ഓ അറിവ്, ആചാരം, വിശുദ്ധി, ആരാധന, ആശ്വാസം, ആനന്ദം, നാമസങ്കീർത്തനം എന്ന പടിയിലൂടെ ഓരോ മനുഷ്യരെയും സമ്പൂർണതയിലെത്തിക്കുവാൻ നിഷ്കാമകർമ്മിയായി ജഗദീശ്വരൻ ഇതാ ലോകത്തിൽ വാഴുകയാണ്. ഇത് മർത്യജന്മങ്ങളുടെ മഹാഭാഗ്യമാണ്. ഓ ദേവീ ദേവന്മാരുടെയും ദൂതപരമ്പരകളുടെയും മഹാഭാഗ്യമാണ്. നമ്മുടെ മഹായജ്ഞമാകുന്ന ധാരാസ്തുതി ആരെല്ലാം ചേർന്നാണ് നടത്തുന്നത്. മഹാശക്തിയും ദൂതരും കൂടി ചൊവ്വാഴ്ച പ്രഭാതം മുതൽ ഞായറാഴ്ച വരെയും മഹായജ്ഞമാകുന്ന മഹാധാരാസ് നടക്കാൻ പോവുകയാണ്. ഓ വിവിധ രാജ്യങ്ങളിൽ, വിവിധ മേഖലകളിൽ, വിവിധ കർമ്മ മേഖലകളിൽ നിയോഗിച്ചിരിക്കുന്ന എന്റെ ദേവീ ദേവന്മാരും ദൂതപരമ്പരകളും ഈ സ്തുതിയിലേക്ക് പ്രവേശിക്കുവാനിതാ ആഗതരായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മധ്യത്തിലേക്ക് എന്റെ ഭക്തന്മാരെ ഏകോപിപ്പിച്ച്
ശാഖാശ്രമങ്ങളിൽ ഒത്തുകൂടാവുന്നവർ അവിടെ കൂടുക. ആശ്രമങ്ങൾ ഇല്ലാത്തിടത്ത് ഏതെങ്കിലും ഭവനത്തിൽ ഒത്തുചേർന്ന് ആരാധന നടത്താം. ഭജനയും പൂജയുമാണെന്ന് പറഞ്ഞിരിക്കുന്നത് പ്രത്യേക ഒരുക്കുകളോടുകൂടി ഗുരുപൂജ ഒരുക്കി ഭജന പാടി സന്തോഷമായി അന്ധകാര ശക്തിയെ ധ്വംസനം ചെയ്ത് മഹാശക്തി വിജയം പ്രാപിച്ചതിന്റെ സ്മരണയ്ക്കാണ് വ്രതം അനുഷ്ഠിക്കുന്നത്. എല്ലാവരും ആ വ്രതം എടുത്തുകൊണ്ട് ആരാധിക്കുക. മഹാശക്തി സ്വീകരിക്കട്ടെ, നിങ്ങൾക്കായി ലോകത്തിൽ വാഴുമാറാകട്ടെ. പ്രത്യക്ഷമായി നിന്ന് ആത്മലോക രക്ഷാൻ, ശാന്തിയായി വാഴുവാൻ, ആനന്ദം ദാനം ചെയ്യുവാൻ മഹാശക്തി തീരുമാനം ചെയ്ത 12 വെള്ളിയാഴ്ചയുടെ 4 വെള്ളിയാഴ്ചകൾ ഇതാ അനുഷ്ഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള വെള്ളിയാഴ്ചകളും പരിശുദ്ധതയോടുകൂടി അനുഷ്ഠിച്ച് തീർത്ഥാടകരായി ഇവിടെ എത്തിച്ചേരുവാൻ മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുവാനാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഓമന കുഞ്ഞുങ്ങൾ വരുവാനായി എല്ലാം ഒരുക്കം ചെയ്യുകയാണ്. ഒരു തടസ്സവും കൂടാതെ എല്ലാവരും എത്തിച്ചേരുവാനും ഈ ആനന്ദ സാഗരത്തിൽ ആറാടുവാനും മഹാശക്തി ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ നമ്മുടെ മഹാഗോപുര നിർമ്മാണം ഇതാ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും വേഗം പൂർത്തീകരിച്ച് കാണുവാൻ ആഗ്രഹമുള്ളവരെല്ലാം ഒന്ന് കൈവരുത്തി കണ്ടാക്കൊള്ളാം. ആ വിധത്തിൽ ആഗ്രഹിക്കുന്ന എന്റെ മനോഹര കുഞ്ഞുങ്ങളെ, ഏതെല്ലാം സ്ഥലത്തിരുന്നു കൊണ്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഓമന മിത്രങ്ങളെ, നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന സ്വീകരിച്ച് ഏറ്റവും വേഗം അത് പൂർത്തീകരിക്കുവാൻ മഹാശക്തിയോട് ഇതാ പ്രാർത്ഥിക്കുകയാണ്. ഉന്നതമാകുന്ന പരമോന്നതമാകുന്ന ഈ പരമാനന്ദാവസ്ഥയിൽ നിലകൊള്ളുന്ന ഈ ആരാധനാ മധ്യേ നിങ്ങളോട് ഒത്തൊരുമിച്ച് നിന്ന് നാമം പ്രാർത്ഥിക്കുകയാണ്. ഉന്നതമായി പൂർത്തീകരിക്കപ്പെടുമാറാകട്ടെ, ഉന്നതമായി പൂർത്തീകരിക്കപ്പെടുമാറാകട്ടെ. അതിന്റെ സവിശേഷതകളെയും അതിന്റെ വിശുദ്ധാവസ്ഥകളെയും അതിന്റെ മഹാചൈതന്യത്തെയും ആവാഹിച്ച് ഉൾക്കൊള്ളുവാൻ തക്ക വിധത്തിലൊരു ഹൃദയത്തെ ഒരുക്കി ആത്മദീപമെന്ന് നാമകരണം ചെയ്ത് ഇവിടെ നിലനിർത്തിയിരിക്കുന്നു. ഉന്നതമായ അതിന്റെ കാഴ്ചകൾ വീണ്ടും വീണ്ടും ഇതാ ഓരോന്നായി വെളിപ്പെടുത്തി ആ ശില്പികളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു. ആയിരാരോഗ്യത്തോടുകൂടി എന്നാളും കാണുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാനന്ദ ദീപമായി ശുഭാനന്ദ രൂപത്തോടൊപ്പം വിരാജിക്കുവാനാകട്ടെ. അതുപോലെ രാജഗോപാലിനെയും കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും അതിൽ പങ്കെടുത്ത് പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം.